ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതികും ബിമാഇൻ മഈൻ. ഉറവകളെല്ലാം വറ്റിപ്പോയാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് ഉറവകൾ കൊണ്ടുവന്നു തരിക? ഈ ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടുന്നതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാൻ. നാം കിണർ കുത്തുന്നതേയുള്ളൂ, അതിന്റെ താഴത്ത് വെള്ളമുണ്ടാകുന്നത് അള്ളാഹു ആകുന്ന റബ്ബ് നമുക്ക് ചെയ്തു തന്ന കാരുണ്യമാണ്. ഞാൻ എന്റെ പൈസ മുടക്കി കിണർ കുത്തിയത് കൊണ്ട് അവിടെ വെള്ളമുണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ ഉറവ പൊട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് ആവശ്യമായ ജലം ഉറവ പൊട്ടിച്ചു തരുന്നവനും തെളിനീരായി ഉറവകളായി അരുവികളായി നമ്മുടെ മുന്നിലൂടെ ഒഴുകുന്ന ഈ മനോഹരമായ ജലം, അത് സംവിധാനിച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും നമ്മുടെ കൽബിലുണ്ടാകണം. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നാം ആലോചിക്കണം, ചിന്തിക്കണം. ആലോചിച്ചു നോക്കൂ, എല്ലാ രോഗികൾക്കും കുടിക്കാൻ പറ്റുന്നതാണ് വെള്ളം. എല്ലാ രോഗികൾക്കും കുടിക്കാൻ പറ്റും. നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ ചിലപ്പോൾ പല രോഗികൾക്കും കുടിക്കാൻ പറ്റില്ല. അതിൽ ഷുഗർ ഉണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് പറ്റില്ല. അതിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മറ്റു പല രോഗങ്ങൾക്കും അത് എതിരായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ലോകത്തെ ഏതു മനുഷ്യനും ഏത് രോഗിക്കും, അത് പനിയാകട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് മേലേക്ക് എന്ത് രോഗവുമാകട്ടെ, എല്ലാ മനുഷ്യനും ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിലാണ് സൃഷ്ടാവായ റബ്ബ് വെള്ളത്തെ സംവിധാനിച്ചു വച്ചിരിക്കുന്നത്. ഡോക്ടർമാർ രോഗികളോട് പറയുന്നത് കൂടുതൽ വെള്ളം കുടിക്കാനാണ്. കൂടുതൽ വെള്ളം കുടിക്കാനാണ് രോഗികളോട് ഡോക്ടർമാർ പറയുന്നത്. ഏതെങ്കിലും ഒരു രോഗിക്ക് വെള്ളം കുടിക്കരുത് എന്നല്ല. കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ളവർക്കും വെള്ളം കുടിക്കണം, അതിന്റെ അളവിൽ മാത്രമേ പരിമിതിയുള്ളൂ. ആലോചിച്ചു നോക്കൂ, എല്ലാ രോഗികൾക്കും കുടിക്കാൻ പറ്റുന്ന ജലം, എല്ലാ ആളുകൾക്കും ചെറുതു മുതൽ വലുതുവരെ. ആ ജലത്തിന്റെ ഘടന തന്നെ വളരെയേറെ സമ്പുഷ്ടമായ ഘടനയാണ്. അല്ലാഹു തആല അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്ന ശൈലി തന്നെ വലുതാണ്. ജലം തണുക്കുന്നതും ചൂടാകുന്നതും വളരെ പതുക്കെയാണ്. വളരെ പെട്ടെന്ന് ചൂടാവുകയോ വളരെ പെട്ടെന്ന് തണുക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്റെ ഉപയോഗക്രമത്തിന് പറ്റുന്ന തരത്തിൽ ഇത്തരമൊരു വലിയ അനുഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗശമനത്തിനു വേണ്ടി വെള്ളത്തെ പറഞ്ഞതു കാണാം.